എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഫറ അഷ്റഫ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ക്രീൻ സമയം കുട്ടികളുടെ ഭാഷാ വളർച്ചയെയും വളർച്ചയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ചാണ്. കാലം മാറിയതോടെ വീടുകളുടെ അന്തരീക്ഷവും മാറിയിരിക്കുന്നു. ഒരിക്കൽ വീടുകളിൽ കേട്ടിരുന്നത് മനുഷ്യരുടെ സംഭാഷണങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പല വീടുകളിലും സ്ഥിരമായി കേൾക്കുന്നത് മൊബൈൽ ഫോണിൻ്റെയും ടെലിവിഷൻ ശബ്ദങ്ങളാണ്. കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ, കരയുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ പോലും ഫോൺ നൽകുന്നത് സാധാരണമായിരിക്കുന്നു. കേൾക്കുന്നത് മാത്രം ഭാഷാ വളർച്ചയല്ല. ഭാഷ എന്നത് ബന്ധവും പ്രതികരണവും ചേർന്ന ഇടപെടലാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ മറുപടി പറയുന്ന ആ ബന്ധമാണ് ഭാഷയുടെ അടിത്തറ. കുഞ്ഞ് ടെലിവിഷനിൽ കേട്ട വാക്കുകൾ ആവർത്തിക്കാം, പക്ഷേ സ്വന്തമായി ആവശ്യങ്ങൾ പറയാനും കണ്ണിൽ നോക്കി സംസാരിക്കാനും കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു അമ്മ കുഞ്ഞിനെ വിളിക്കുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നു. അമ്മ ചിരിക്കുന്നു. കുഞ്ഞ് വീണ്ടും പ്രതികരിക്കുന്നു. ഈ ചെറിയ ഇടപെടലുകളാണ് ഭാഷയുടെ അടിസ്ഥാനമായ നിമിഷങ്ങൾ. സ്ക്രീൻ ശബ്ദം നൽകും, പക്ഷേ സജീവമായ ബന്ധം നൽകില്ല. കുട്ടിയുടെ ആദ്യ വർഷങ്ങൾ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. സംസാരവും പ്രതികരണവും ചേർന്ന ഇടപെടലുകൾ തലച്ചോറിൻ്റെ വളർച്ച ശക്തമാക്കുന്നു. അധിക സ്ക്രീൻ ഉപയോഗം ചിലപ്പോൾ വാക്കുകൾ വൈകുക, പേര് വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക, കണ്ണിൽ നോക്കാതിരിക്കുക, ഉറക്ക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്ക്രീൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 മുതൽ 5 വയസ്സ് വരെ ഉള്ളവർക്ക് പരമാവധി
1 മണിക്കൂർ മാത്രം. അതും മാതാപിതാക്കളുടെ കൂടെ ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് മുഴുവൻ ശ്രദ്ധ നൽകി കുഞ്ഞുമായി സംസാരിക്കുക, കഥ പറയുക, പാട്ട് പാടുക, ലളിതമായ കളികൾ കളിക്കുക. കുഞ്ഞ് കാർട്ടൂൺ സംഭാഷണങ്ങൾ മുഴുവൻ പറയുന്നുണ്ടെന്ന് കൊണ്ട് ഭാഷ പൂർണ്ണമായി വളർന്നു എന്ന് അർത്ഥമില്ല. സ്വന്തം ചിന്തകൾ പങ്കുവെക്കാനും സംശയങ്ങൾ ചോദിക്കാനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും കഴിയണം. ഭാഷയുടെ ലക്ഷ്യം ബന്ധം സ്ഥാപിക്കലാണ്, വാക്കുകൾ ആവർത്തിക്കലല്ല. സ്ക്രീൻ സമയം പെട്ടെന്ന് പൂർണ്ണമായി നിർത്തേണ്ടതില്ല, എന്നാൽ ക്രമേണ കുറയ്ക്കുന്നത് നല്ലതാണ്. ഭക്ഷണ സമയവും ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയവും സ്ക്രീൻ രഹിതമാക്കുക. കുടുംബവുമായി ഇരുന്ന് സംസാരിക്കുന്ന ചെറിയ നിമിഷങ്ങൾ പോലും കുട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ മാറ്റം നൽകും. കുട്ടികൾ പുറം ലോക അനുഭവങ്ങൾ വളരെ പ്രധാനമാണ്. തുറസായ ഇടങ്ങളിൽ കളിക്കുക, മറ്റ് കുട്ടികളുമായി ഇടപെടുക, പ്രകൃതിയെ കാണുക, പുതിയ വാക്കുകൾ കേൾക്കുക എന്നിവ ഭാഷയെ സമ്പുഷ്ടമാക്കുന്നു. അനുഭവങ്ങളാണ് വാക്കുകൾക്ക് അർത്ഥം നൽകുന്നത്. കുട്ടി ഒരു വസ്തു കാണുമ്പോൾ അതിൻ്റെ പേര് പറയുക. അവൻ ശ്രമിച്ച് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക. അവൻ്റെ ചെറിയ ശ്രമങ്ങൾ പോലും അഭിനന്ദിക്കുക. ഈ പോസിറ്റീവ് പ്രതികരണങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. 18 മാസം കഴിഞ്ഞിട്ടും അർത്ഥമുള്ള വാക്കുകൾ ഇല്ലെങ്കിൽ, 2 വയസ്സ് ആയിട്ടും 2 വാക്കുകൾ ചേർത്ത് പറയുന്നില്ലെങ്കിൽ, പേര് വിളിച്ചാൽ പ്രതികരണമില്ലെങ്കിൽ, കണ്ണിൽ നോക്കാതെ സംസാരിച്ചാൽ, വൈകാതെ വിലയിരുത്തൽ നടത്തുക, നേരത്തെ ലഭിക്കുന്ന സഹായം കുട്ടിയുടെ ഭാവി വളർച്ചയിൽ വലിയ മാറ്റം സൃഷ്ടിക്കും. മാതാപിതാക്കളുടെ സാന്നിധ്യവും സ്നേഹവും സുരക്ഷിതമായ ബന്ധവും ആണ് കുട്ടിയുടെ വളർച്ചയുടെ അടിസ്ഥാന ശക്തി.
ദിവസവും ചെറിയ സമയം പോലും ഹൃദയപൂർവം സംസാരിക്കാൻ മാറ്റി വെക്കുമ്പോൾ അത് കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ആത്മവിശ്വാസമായി മാറും. നന്ദി. ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി. സുരക്ഷിതമായ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ആത്മവിശ്വാസമുള്ള കുട്ടികൾ വളരട്ടെ.